K1 കിട്ടിയോ? .39 0.39. K2ന്റെ വാല്യൂ 0.28. ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ സർചാർജ് ഒന്നും ഇല്ല. അപ്പോൾ എന്ത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ? ഡ്യൂ ടു സോയിലും ഡ്യൂ ടു വാട്ടറും മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കുക കൊഹഷൻ ഉണ്ടോ എന്ന് നോക്കുക. കൊഹഷൻ ഉണ്ടെങ്കിൽ ആ ലെയറിൽ നമ്മൾ എന്ത് ചെയ്യുക? കൊഹസീവ് സോയിലിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യം ഡ്യൂ ടു സോയിലിന് എഴുതാം. എന്നിട്ട് അറ്റ് എയിൽ എന്ത് വാല്യൂ കിട്ടണമെന്ന് പറ. അവിടെ കൊഹഷൻ ഉണ്ട്. അപ്പോൾ കൊഹസീവ് സോയിലിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം. അറ്റ് എയിൽ ഡ്യൂ ടു സോയിൽ കൊണ്ട് എന്താ ഇക്വേഷൻ? K gamma H minus 2C root K. K ഗാമ ഇസ് എച്ച് സിഗ്മ ഇസഡിന് ഇതിനേ ഉള്ളൂ -2C റൂട്ട് കെ. അതിൽ ഹൈറ്റ് 0 ആണ്. അപ്പോൾ ആദ്യത്തെ ടേം 0 ആവും. ബാക്കി എന്ത് വരും? -18 ആണോ കിട്ടിയേ? ചിന്തിച്ച് ചെയ്യണം. എ ബി ലെയറിൽ കൊഹഷൻ ഉണ്ട്. കൊഹഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഇക്വേഷൻ പി എ ഇസ് ഈക്വൽ ടു കെ എ ഗാമ എച്ച് അല്ലെങ്കിൽ ഇസഡ് -2C റൂട്ട് കെ എ. ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. അപ്പം എയിൽ വരുമ്പം ഹൈറ്റ് 0 ആയതുകൊണ്ട് ഈ ടേം 0 ആവും. ബാക്കി -2 ഇൻറ്റു കൊഹഷൻ 15 ആണ്. കെയുടെ വാല്യൂ 0.39. ക്ലിയർ ആയോ? അത് 18.873. 18.7. നെഗറ്റീവ് കളയരുതേ. സൈൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹലോ, ആരാ സംസാരിക്കുക? എനിക്ക് ക്ലിയർ ആയില്ല, കട്ടായി പോയി. ഒന്നുകൂടെ പറയാനാണോ ഉദ്ദേശിച്ചേ? ഒന്നുകൂടെ പറയാവുന്ന ചോദിച്ചത്. ഓക്കെ, എനിക്ക് ക്ലിയർ, വോയിസ് കട്ടായി പോകണം. ഓക്കെ, നമ്മൾ പിന്നെ വേറെ പേജിൽ കാണിക്കണോ? ഓക്കെ, വേണമെങ്കിൽ വേറെ പേജ് തന്നെ ചെയ്യണം. ഓക്കെ, വാല്യൂസ് ഒന്ന് പറയാമോ? മിസ്സേ, ഈ ക്വസ്റ്റ്യനായിട്ട് ഈ പടം മാത്രമേ ഉള്ളൂ, അതിന് എഴുത്തൊന്നും ഇല്ലല്ലോ. ഡിറ്റർമൈൻ ദി എർത്ത് പ്രഷർ മതി, പോരെ? ഇനി നിങ്ങൾക്ക് അല്ല, ഈ ക്വസ്റ്റ്യനിൽ ഫിഗർ തരണം. ഒരു മിനിറ്റ്, കോസീവ് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ആ സി ആണോ അത് ഉദ്ദേശിക്കുന്നത്? കോസീവ് ആ ഫിഗർ കണ്ട് മനസ്സിലാക്കണം കൊഹഷൻ ആണോന്ന്. ചിലപ്പോൾ ഫിഗർ ആയിരിക്കും തരണം, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തരും. എ ടു ബി ലെയറിൽ ദ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ഇന്നതാണ്. C is equal to 0, ഗാമ ഈക്വൽ ടു 3 ആണ്, ഫൈ ഈക്വൽ ടു 3 ആണ്. അത് റിട്ടേൺ ആയിട്ട് തരും, ഇല്ലെങ്കിൽ ഫിഗർ തരും. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ഇത് കൊഹഷൻ സോയിൽ എവിടെയാണ്, കോസി സോയിൽ ഉണ്ടോ എന്നുള്ളത്. അല്ലാതെ ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് എടുത്ത് പറയില്ല. ഇവിടെയാണ് വാട്ടർ ടേബിൾ ഉണ്ടായിരുന്നത്. ഈ പ്രോപ്പർട്ടീസ് ഒന്ന് പറയൂ. സി ഒക്കെ എത്രയായിരുന്നു? 15. സി 15. ഫൈ എത്രയാണ്? 26. ഗാമ 16.2. 16.2 ഉണ്ടല്ലേ? 0.2. ഇവിടെ C 0 ആണ്. ഫൈ എത്രയാണ്? 34 അല്ലായിരുന്നോ? 34. ഗാമ 20.4. ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് 4 മീറ്റർ, ഇത് 3 മീറ്റർ. ജസ്റ്റ് ഫിഗർ തന്നോന്നേ ഉള്ളൂ. കാരണം ഇത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ചോദിക്കാം. എ സോയിൽ ലെയർ, സോയിൽ ഡെപ്പോസിറ്റ് ഹാവിങ് 2 ലെയേഴ്സ്, അല്ലെങ്കിൽ റീറ്റെയിനിങ് വാൾ ഹാവിങ് 2 ലെയേഴ്സ്
ഫസ്റ്റ് ലെയറിൽ 4 മീറ്റർ ഹൈറ്റ് ആണ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ തരും. അതുപോലെ തന്നെ അടുത്ത ലെയർ ഇങ്ങനെയാണ്, കണ്ടീഷൻസും പറയും, വാട്ടർ ടേബിൾ ഇത്ര ഡെപ്തിലാണെന്നൊക്കെ പറഞ്ഞ് അവർ സെൻറ്റൻസിൽ എഴുതി തരാം. അങ്ങനെയായിരിക്കും യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരിക. ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്യിക്കാൻ വേണ്ടി, കുറേ പ്രോബ്ലംസ് കൂടുതൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഫിഗർ മാത്രം കൊടുത്ത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതിൽ 2 ലെയർ ഉണ്ട്, 5 ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ്. നിങ്ങൾ ഹെഡിങ് എഴുതി വെച്ചുള്ള ഡിറ്റർമൈൻ ദ ആക്റ്റീവ് എർത്ത് പ്രഷർ ഫോർ ദി ഫോളോയിങ് ഫിഗർ, അങ്ങനെ കൊടുത്താലും മതി ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ 2 ലെയറിലും 5 ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കെ എ കാണാനാണ്. കെ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ 5 ബൈ 1 പ്ലസ് സൈൻ 5 ആണ്. അതുപോലെ തന്നെ കെ എ 2 സെക്കൻഡ് ലെയറിലും 5 വ്യത്യാസം ഉള്ളതുകൊണ്ട് 1 മൈനസ് സൈൻ 5 ബൈ 1 പ്ലസ് സൈൻ 5 ആണ്. അപ്പോൾ 2 വാല്യൂസ് ഇത് ചെയ്യുന്നു. കെ എ 1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 0.37 ആയിരുന്നു അല്ലേ? 39. ആ, കെ എ 2 എത്രയായിരുന്നു? 0.28 ആയിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോണ എന്താണ്? ഓരോ ലെയറിലും. അപ്പം ആദ്യം ഇപ്പം ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഈ ഫിഗറിൽ 4 മീറ്റർ ഡെപ്തിൽ ഒരു വാട്ടർ ടേബിൾ ഉണ്ട്. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? സോയിലും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ സർചാർജോ ഒന്നുമില്ല. അപ്പം നമുക്ക് സോയിൽ കൊണ്ടും വാട്ടർ കൊണ്ടും ഉള്ള സ്ട്രെസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പിന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്? എ ടു ബി എന്ന് പറയുന്ന ലെയറിൽ കൊഹഷൻ വാല്യൂ ഉണ്ട്. അതായത് ആ ലെയറിൽ കൊഹസീവ് സോയിലുണ്ട്. പക്ഷെ ബി ടു സിയിൽ സിയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ആ ലെയറിൽ കൊഹസീവ് സോയിൽ ഇല്ല. അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, എ ടു ബി ലെയറിൽ ചെയ്യുമ്പം എന്താണ്? കൊഹസീവ് സോയിൽ വച്ചിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ? പ്രോബ്ലം ചെയ്യാൻ എന്നുള്ളത്. അപ്പം അത് ആദ്യമേ തന്നെ ഫിഗറിൽ നിന്നും അല്ലെങ്കിൽ തന്ന ഡിസ്ക്രിപ്ഷൻസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ടാസ്ക്. അപ്പം ആദ്യത്തെ കേസ് ഞാൻ ചെയ്യാൻ തുടങ്ങുകയാണ്. അറ്റ് സോയിലാണ്, സോറി ഡ്യൂ ടു സോയിലാണ് ആദ്യത്തെ കേസ്. അതിലത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് എയിലെ സ്ട്രെസ്സാണ് നമ്മൾ കാണുന്നത്, എർത്ത് പ്രഷർ അല്ലെങ്കിൽ പ്രഷറാണ് നമ്മൾ കാണുന്നത്. അപ്പം എയിൽ എന്ന് പറഞ്ഞാൽ ലെയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കൊഹഷൻ്റെ വാല്യൂ ഉണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ പി എ എന്ന് പറയുന്നത് എന്താണ്? കെ എ ഗാമ ഇസഡ് മൈനസ് 2c റൂട്ട് കെ എ ആണ്. ആക്റ്റീവ് എർത്ത് പ്രഷർ ആയതുകൊണ്ട് ഈ ഇക്വേഷൻ പാസീവ് ആണെങ്കിൽ എന്താ ഇക്വേഷൻ? ഇത് പ്ലസ് ആയി മാറും അല്ലേ? ക്ലിയർ ആയോ ഇത്രയും? ഇനി അറ്റ് എയിൽ നമുക്ക് എന്താണ്? കെയുടെ വാല്യൂ എത്ര വരും? 0.39 ആണ്. യൂണിറ്റ് വെയിറ്റ് 16.2 ആണ്. ഇസഡ് അതായത് എ എന്ന് പറഞ്ഞ പോയിന്റിലെ ഡെപ്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. മൈനസ് 2 ഇൻറ്റു സിയുടെ വാല്യൂ 15 ആണ്. റൂട്ട് 0.39. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും -18.73 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്നോട് ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത ലെയർ അറ്റ് ബി ആണ്. ബി ചെയ്യുമ്പോൾ എന്താണ്? ബിയുടെ താഴെ സി ലെയർ ഉണ്ട്. അതുകൊണ്ട് ബി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബിയുടെ ടോപ്പ് ലെയർ വേണം ചെയ്യാൻ. ഓക്കെ, ടോപ്പ് ലെയർ നോക്കുക, അതായത് എക്കും ബിക്കും ഇടയിൽ നോക്കുക. അവിടെ നമ്മൾ ഏത് ഇക്വേഷൻ കൊടുക്കണം? കോഹസീവ് സോയിലിന്റെ ഇക്വേഷൻ. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ കോഹസീവ് സോയിലിന്റെ ഇക്വേഷൻ കോസ്കി സോയിലിന്റെ ഇക്വേഷൻ തന്നെ കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ PA1 എന്ന് കൊടുക്കുകയാണ്, ഇത് PA2. അപ്പോൾ എന്ത് തന്നെ വരും? കെ എ ഗാമ ഇസഡ്. ഇവിടെ കിടക്കുന്ന KA1 ആയിരിക്കണം കേട്ടോ, അത് ഞാൻ മറന്നുപോയി. കെ എ ഗാമ ഇസഡ് മൈനസ് 2c റൂട്ട് കെ എ തന്നെയാണ്. അവിടെ കൊടുക്കേണ്ട കെ എ ഏത് തന്നെയാണ്? KA1 തന്നെയാണ്. KA1ൻ്റെ വാല്യൂ എത്രയാണ്? 0.39 ആണ്. യൂണിറ്റ് വെയിറ്റ് 16.2 ആണ്. ബി ലെയർ വരെയുള്ള ഹൈറ്റ് എത്രയാണ്?
4 meter. 4 മീറ്റർ ആണ്. മൈനസ് 2 ഇൻറ്റു കൊഹഷൻ 15 ആണ്. റൂട്ട് കെ എന്ന് പറഞ്ഞാൽ 0.39. ഇതായിരിക്കും ടോപ്പ് ലെയറിലെ വാല്യൂ. അത് 6.54 അല്ലേ? 6.54. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ബോട്ടം ലെയർ കാണാമോ? ബിയുടെ ബോട്ടം ലെയർ എന്ത് ഇക്വേഷൻ വരുമെന്ന് പറയണം. PA3. ബിയുടെ ബോട്ടം ലെയർ ഏത് ഇക്വേഷൻ വരും? ആ ഇക്വേഷനിൽ എന്താണ് വ്യത്യാസം? K2 ആണോ? ആ, സെയിം ഇക്വേഷൻ തന്നെയാണ്. കെ ഗാമ ഇസഡ് മൈനസ് 2C റൂട്ട് കെ തന്നെയാണ്. പക്ഷെ കൊടുക്കണ കെ ഏതായിരിക്കണം? K2 ആയിരിക്കണം. കാരണം ബോട്ടം ലെയറിൽ ഫൈയുടെ വാല്യൂ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് കെയുടെ വാല്യൂന് ചേഞ്ച് വരും. കിട്ടിയ ആൻസർ? ഹലോ, 8.736 ആണോ മിസ്സേ? 8 പോയിന്റാ? 2.27. എന്തെന്ന്? 2.27. 2.27 അല്ലേ? ആണോ? K2ന്റെ വാല്യൂ എത്രയാ? 0.59. K2 എത്രയാണ്? 0.28. ഗാമ എത്രയാണ്? 16.2. ആ, 16.2 തന്നെ കൊടുക്കണം. ഹൈറ്റ് എത്രയാണ്? 4 മീറ്റർ തന്നെ കൊടുക്കണം. ആ, ഇനി അവിടെ നിങ്ങൾ തെറ്റിച്ചു. 2C ബോട്ടം ലെയറിൽ വരുമ്പോൾ കൊഹഷൻ ഉണ്ടോ? ബി എന്ന് പറയുന്ന പൊസിഷൻ അതിൻ്റെ ടോപ്പ് ലെയറിൽ വന്നപ്പോൾ കൊഹഷൻ ഉണ്ട്. ബിയുടെ ബോട്ടം ലെയറിൽ കൊഹഷൻ ഉണ്ടോ? കെ മാറുകയും ചെയ്തു. അവിടെ എന്ത് സംഭവിച്ചു? കൊഹഷൻ ഇല്ല. അപ്പോൾ ആ ടേം 0 ആയിപ്പോയി. റൂട്ട് K2 എന്ന് പറഞ്ഞായി. അപ്പോൾ ആ ടേം 0 ആയിപ്പോയി. ഞാനോർത്ത ഈ മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ, ആ ലോഡിലെ താഴെ വന്നെന്ന് ഓർത്ത്. പക്ഷെ എന്തോ? 18 ആൻസർ. എത്ര? 18.14 ആണ് ആൻസർ. അപ്പം ശ്രദ്ധിക്കണം, ഇവിടെ കൊഹഷൻ ചെയ്യുമ്പം എല്ലാവരും K2 ഇടും. പക്ഷെ ബോട്ടം ലെയറിലെ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് കൊഹസീവ് ആകുമ്പം മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഈ ഗാമയൊക്കെ മുകളിലത്തെ ലെയറിൽ തന്നെ അല്ലേ എടുക്കണം? ഗാമ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് ആണ് ഈ ഗാമ ഇസഡ് കൊണ്ട് വരണേ. ഓക്കെ, ഈ ടേം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? വെർട്ടിക്കൽ സ്ട്രെസ് ആണ് അല്ലേ? ഈ വെർട്ടിക്കൽ സ്ട്രെസ് ഒരു ഡെപ്തിൽ, ഇപ്പോൾ ഒരു 3 മീറ്റർ ഡെപ്ത് അല്ലെങ്കിൽ 3.1 മീറ്റർ നമ്മൾ ഡെപ്ത് കൺസിഡർ ചെയ്താൽ ആ വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ സെയിം ആണ്. അതിൽ മാറ്റം വരില്ല. പക്ഷെ ഹൊറിസോണ്ടൽ സ്ട്രെസ്സിൽ മാറ്റം വരും. എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കണത് എങ്ങനെയാണ്? ഒരു ഫാക്ടർ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്.
അത് കെ എ ആവാം കെ പി ആവാം. അപ്പോൾ ആ ഫാക്ടർ മാറണ എങ്ങനെയാണ്? സോയിലിൻ്റെ ഫൈ വാല്യൂ ചേഞ്ച് ചെയ്യണ അനുസരിച്ചാണ്. അപ്പോൾ ഫൈ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചു? ഹൊറിസോണ്ടൽ സ്ട്രെസ്സിനാണ് വേരിയേഷൻ. പക്ഷേ വെർട്ടിക്കൽ സ്ട്രെസ് ആ പറയുന്ന ഡെപ്തിൽ, ഇപ്പോൾ അതായത് 3 മീറ്റർ ഡെപ്ത് ആണെങ്കിൽ അത് അതുപോലെ തന്നെയാണ് റീറ്റെയിൻ ചെയ്യുന്നത്. വെർട്ടിക്കൽ സ്ട്രെസ്സിന് സോയിലിൻ്റെ ഫൈ വാല്യൂ ആയിട്ട് ഒരു ബന്ധവും ഇല്ല. പക്ഷേ ഹൊറിസോണ്ടൽ സ്ട്രെസ്സിന് സോയിലിൻ്റെ ഫൈ വാല്യൂ ആയിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടോപ്പ് ലെയർ ബോട്ടം ലെയർ ചെയ്യുമ്പം വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ചേഞ്ച് ചെയ്യാതെ ഹൊറിസോണ്ടൽ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ചേഞ്ച് വരുന്നത്. അത് കെയുടെ കാര്യത്തിലല്ലേ, മറ്റേ കോഷ്യന്റെ കാര്യത്തിലോ? കോഷ്യൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ലെയർ മാറി, ടോപ്പ് ലെയർ ബോട്ടം ലെയർ വന്നപ്പം സോയിലിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തു, ഫൈ മാറി. അതുകൊണ്ടാണ് നമ്മൾ കെയ്ക്ക് വാല്യൂ മാറ്റി കൊടുത്തത്. ബോട്ടം ലെയർ വരുമ്പോൾ സോയിലിൻ്റെ പ്രോപ്പർട്ടിയിൽ ഗാമയ്ക്ക് മാറ്റമുണ്ട്, എന്താണ് കൊഹഷനും മാറ്റമുണ്ട് ശരിക്കും. പക്ഷേ നിശ്ചിത ഡെപ്തിൽ ഗാമയുടെ വാല്യൂ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്തു. പക്ഷേ നമ്മൾ കൊഹസീവ് സോയിൽ കൺസിഡറേഷൻ അവിടെ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണ് ടെർസാഗി ഇതിനെ അസ്യൂം ചെയ്ത് കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കണേ. ഞാൻ കണ്ടുപിടിച്ചല്ല, ഇത് എർത്ത് പ്രഷർ കാണാൻ വേണ്ടി വേറൊരു സയൻറ്റിസ്റ്റ് കണ്ടുവച്ചേക്കണ കാര്യമാണ്. പുള്ളിയുടെ റിവേഷനിൽ പുള്ളിയുടെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് അതിനെ ഇത് ചെയ്തു വെച്ചേക്കണേ. അപ്പം ബോട്ടം ലെയർ ചെയ്യുമ്പം നമ്മൾ കൊഹഷൻ ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണം. ബോട്ടം ലെയറിൽ നോക്കുക, കൊഹഷൻ 0 ആണെങ്കിൽ ആ കൺസിഡറേഷനും കൂടെ നമ്മൾ ഈ കൊഹസീവ് സോയിൽ ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യണം. ഈ കൊഹഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ മിസ്സേ? ഈ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ ആ ഇക്വേഷൻ ഇല്ലാതെ ആദ്യം എഴുതി വെച്ചത്, അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഞാൻ നിങ്ങൾ എത്ര പേര് ചെയ്യും എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത. കാരണം ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് കൺസെപ്റ്റ് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കും കൂടെ ഒന്ന് അറിയണമല്ലോ. ബോട്ടം ലെയർ ചെയ്യുമ്പോൾ ടോപ്പ് ലെയർ പോലെ തന്നെയാണ്, വ്യത്യാസം വരും എന്ന് പറഞ്ഞു. KA2 വ്യത്യാസം വരും, അത് ഞാൻ അംഗീകരിച്ചു. പിന്നെ എന്താ വ്യത്യാസം വരുന്ന ആരും മിണ്ടില്ല. അപ്പം എനിക്ക് സംശയമായി, നിങ്ങൾക്ക് എന്തായാലും സി ആരും കൺസിഡർ ചെയ്തിട്ടേ ചെയ്യുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചു. മീൻസ് അപ്പം എന്താണ് സിയുടെ വാല്യൂ നിങ്ങൾ 15 ഇടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഓർത്തായിരുന്നു. അപ്പം ഞാൻ എത്ര പേര് ആരെങ്കിലും ഒരാൾ പറയുമോ എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ബോട്ടം ലെയറിൽ ശരിക്കും നമ്മൾ സോയിലിൻ്റെ പ്രോപ്പർട്ടിക്കാണ് ഇമ്പോർട്ടൻസ് ശരിക്കും. നമ്മൾ എർത്ത് പ്രഷർ വരുമ്പം അത് ഓരോ ലെയറിലും എങ്ങനെയാണോ പ്രോപ്പർട്ടി വരുന്നത് അതിനനുസരിച്ചാണ് ശരിക്കും ഈ എർത്ത് പ്രഷർ വേരി ചെയ്യുന്നത്. ബോട്ടം ലെയറിൽ C0 ആയതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഹൊറിസോണ്ടൽ സ്ട്രെസ് കണ്ടാൽ മതി. അതായത് KA2 ഗാമ Z മാത്രം മതി. നമ്മൾ ഈ ഇക്വേഷൻ ഇട്ടാലും C ഓട്ടോമാറ്റിക്കലി 0 ആയി പോവും. അതുകൊണ്ട് KA2 ഗാമ Z മാത്രം ചെയ്താലും മതി. ഓക്കെ, 18.14. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇനി ഏത് ലെയർ അറ്റ് സിയിൽ എന്ത് വരുന്നു അറിയോ? PA4 0.28 ഇൻറ്റു ബ്രാക്കറ്റിലെ 2 എടുത്താൽ പോരെ, ടോപ്പിലും ബോട്ടം 0.28 ഇൻറ്റു ബ്രാക്കറ്റിൽ വെർട്ടിക്കൽ സ്ട്രെസ് ആണ്. 16.2. എത്ര ആൻസർ ആരോ പറഞ്ഞല്ലോ? ആൻസർ ആരോ പറഞ്ഞല്ലോ? 8.736 ആണോ മിസ്സേ? അല്ല, വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടതിൽ തെറ്റിപ്പോയി. 26.88 ആണ്, കറക്റ്റ് ആണ്. എങ്ങനെ ചെയ്യും? കെയുടെ വാല്യൂ ഇട്ടു, നമ്മൾ A തൊട്ട് C വരെ കാണണം. അപ്പോൾ A തൊട്ട് C വരെ എന്ന് പറയുമ്പോൾ 16.2 ഇൻറ്റു 4 പ്ലസ് 20.4 ആണോ? മൈനസ് 10 ഇൻറ്റു 3. എന്നിട്ട് വേണം നമ്മൾ KA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. അതും KA2 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഈ ഫിഗർ കാണുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അത് നമ്മൾ വ്യക്തമായിട്ട് ഫിഗർ വരച്ച് റീഡ് ചെയ്യാൻ പറ്റി ഈ പ്രോബ്ലം തെറ്റിപ്പോവില്ല.
പക്ഷേ നമ്മൾ ഫിഗർ എവിടെയാണോ മനസ്സിലാക്കാനുള്ള ആ ഒരു ഡിഫക്റ്റ് നമുക്ക് വരുന്നത്, അവിടെ തൊട്ട് ആ പ്രോബ്ലം താഴേക്ക് തെറ്റിപ്പോകും. ഫിഗർ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, എവിടേക്ക് എന്തൊക്കെയാണെന്ന് വ്യക്തമായി നമ്മൾ റിയലൈസ് ചെയ്താൽ ഈ പ്രോബ്ലം തെറ്റിപ്പോവില്ല. അങ്ങനെ ഒരു റിയലൈസേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. അവിടെയാണ് ഇതിനകത്ത് പ്രശ്നം. ഫിഗർ വരയ്ക്കുന്നതും ഫിഗറിലെ കാര്യങ്ങൾ നീറ്റായിട്ട് മാർക്ക് ചെയ്യുന്നതും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതുമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ബാക്കി ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അതിനനുസരിച്ച് പഠിക്കുക വയ്ക്കുക. 26.88 10 യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇനി നിങ്ങൾ 10 എടുത്തില്ല, നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ 9.81 കൺസിഡർ ചെയ്യണം എന്ന്. അങ്ങനെ ഇട്ടേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും 9.8 ഇട്ടുവട്ടേ ചെയ്യാവുള്ളൂ, 10 എടുക്കരുത്. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് 10 ഇട്ടും ചെയ്യാം. 10 അല്ല, യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ 10 അല്ലെങ്കിൽ 9.8 എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ തരുമ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്ന വാല്യൂ മാത്രമേ ചെയ്യാവുള്ളൂ. നിങ്ങൾ 10 ഇട്ട് ചെയ്ത് പഠിക്കുമ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ ഒരു പ്രോബ്ലത്തിൽ അവർ പറയും യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ അസ്യൂം ആസ് 9.81. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തരുന്ന ഡേറ്റാസ് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സുഖം 9.81 ഇട്ടിട്ട് നമ്മൾ ആൻസർ എഴുതി വെച്ചാലും 10 ഇട്ടിട്ട് എഴുതി വെച്ചാലും സ്കീം വരുമ്പോൾ ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇത് മനസ്സിലായോ? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് 10. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഹലോ, അടുത്ത പോർഷൻ പറഞ്ഞോട്ടെ. ഓക്കെ, ഇനി സോയിൽ കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? ഡ്യൂ ടു വാട്ടർ ആണ്. അറ്റ് എയിൽ വാട്ടറിന്റെ ഇന്റൻസിറ്റി പറയാ. അറ്റ് എയിൽ വാട്ടറിന്റെ സ്ട്രെസ് PA, ഞാൻ അതും ഇപ്പോൾ PA1 എന്ന് കൊടുക്കുന്നു. എന്ത് വരും? ഇല്ല. അപ്പോൾ സ്ട്രെസ് 0 ആണ്. അറ്റ് ബിയിലോ? അത് 0 ആണ്. അറ്റ് സിയിൽ വരുമ്പോഴോ? ക്ലിയർ ആയോ? ഹലോ, ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് ഏരിയ കാണും. അറ്റ് സിയില് യൂണിറ്റ് വെയിറ്റ് കിലോന്യൂട്ടൺ പെർ മീറ്റർ 10 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. നമ്മൾ പെർ ഇൻറ്റു ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? സ്ട്രെസ് അല്ലേ, അപ്പോൾ കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആവും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സംസാരിക്കണ ആരാണ്? എനിക്ക് വോയിസ് ക്ലിയർ ആവണില്ല, അതുകൊണ്ട് ചോദിച്ചാൽ ആരാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. പേര് പറയൂ. രശ്മി. ഓക്കെ. രശ്മിയുടെ മൈക്ക് ഇച്ചിരി അടുപ്പിച്ച് പറഞ്ഞാൽ മതി, ക്ലിയർ ആവണില്ല. ക്ലിയർ അല്ല, കട്ടായി പോണ പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനി സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കാമോ? വേഗം സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കാൻ, എന്നിട്ട് ഏരിയ കണ്ടുപിടിക്കൂ. ഞാൻ ജസ്റ്റ് ഒരു ഡമ്മി ഫിഗർ മാത്രമായിട്ടോ വരയ്ക്കണുള്ളൂ. ഈ തന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ തന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എടുത്ത് വരച്ചിട്ട് വേണം കേട്ടോ സ്ട്രെസ് ഡയഗ്രാംസ് വരയ്ക്കാൻ. ഇനി പറഞ്ഞോളൂ, സോയിൽ കൊണ്ടുള്ള സ്ട്രെസ് ഡയഗ്രാം. എയിൽ എത്രയാണ്? -18.73. -18 അപ്പം എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് മാർക്ക് ചെയ്തു. ഇനി ബിയിൽ ടോപ്പ് ലെയറിൽ ഒരു വാല്യൂ ഉണ്ട്, ബോട്ടം ലെയറിൽ ഒരു വാല്യൂ ഉണ്ട്.
എത്രയാണ്? 6.5. 54. ടോപ്പിലല്ലേ? 6.54. അതെ മാം. ബോട്ടത്തിൽ എത്ര വരും? 18.14. അപ്പം ആ ലെവലിൽ തന്നെ വീണ്ടും ഒരു 18.14 ഉണ്ട്. ഇനി സിയിൽ എത്രയാണ്? 26 എങ്ങാണ്ടല്ലോ. 26.88. 26.8. 26.88. ഇനി വാട്ടർ കൊണ്ടുള്ളതുണ്ട്. ബിയിൽ നിന്ന് താഴേക്ക് 30. ഇങ്ങനെ ഇരിക്കും സ്ട്രെസ് ഡയഗ്രാം. മനസ്സിലായോ? ഓക്കെ. ഇനി ഞാൻ ഇതിനെ ചെറിയ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇത് ഒന്നാമത്തെ, ഇത് 2, ഇത് 2. ഈ ചെറിയ ഇവിടെ നിന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ് ഇതിനെ. ഇത് 3, ഇത് 4, ഇത് 5. ഇനി ഈ 5 റീജിയൻ്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. ഏരിയ കാണണമെങ്കിൽ ഈ പോർഷൻ കണ്ടോ, ഈ ഒരു റീജിയൻ, അവിടെ നമ്മൾ ഈ ഒരു പോയിന്റിൽ സ്ട്രെസ് 0 ആയി, കൊഹസീവ് സോയിൽ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഡെപ്ത് കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ പറയും ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക് അല്ലേ? കൊഹസീവ് സോയിൽ വരുമ്പം ഒരു പോയിന്റിൽ എന്താണ് സ്ട്രെസ് 0 ആവും. ആ പോയിന്റ്, ടോപ്പിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഡെപ്തിനെയാണ് ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക് എന്ന് പറയുക. ആ ZC കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2C ഡിവൈഡഡ് ബൈ ഗാമ റൂട്ട് K ആണ്. ഏതാണോ ആ പോയിന്റിലെ K, ആ K വേണം കൊടുക്കാൻ. ഇവിടെ വരുമ്പം K1. അപ്പം നമുക്ക് ഈ ഡെപ്ത് കിട്ടും. മൊത്തത്തിൽ ഇത് 4 മീറ്റർ ആയിരുന്നു. ഇത് താഴേക്ക് 3 മീറ്ററുമാണ്. പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആയോ? ഹലോ. ഇനി P1, P2, P3, P4 ഏരിയ ZC കിട്ടിയോ എല്ലാവർക്കും? 2.97. 2.97. അതായത് ടോപ്പിൽ നിന്ന് 2.97 മീറ്ററിലാണ്. ആ താഴത്തെ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 4ൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടും. ഇനി ആ ഓരോ സെക്ഷൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക. സ്ട്രെസ് വാല്യൂ നെഗറ്റീവ് ഉള്ളിടത്ത് നെഗറ്റീവ് സൈൻ കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ Z1 ബാർ Z2 ബാർ ഓരോന്നിൻ്റെയും എഴുതി പോവുക. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ലൈൻ ഓഫ് ആക്ഷനും കാണാൻ എളുപ്പമുണ്ടാവും. തുടങ്ങാം. P1ൻ്റെ ഏരിയ പറയാമോ? Half into minus 0.18.73 into 2.97. Minus 18.73 into 2.97. അതിൻ്റെ Z1 ബാറും കൂടെ പറയണം. Z1 ബാർ പറയുമ്പം റീറ്റെയിനിങ് വാളിൻ്റെ ബേസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യണ ഏരിയയുടെ സെൻറ്റർ വരെ വേണം. +3 P1 minus താഴേന്ന് C തൊട്ട് B വരെയുള്ള ഹൈറ്റ് 3 ആണ്. ദെൻ 4 മീറ്റർ ഉണ്ട്. ആ 4ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 2.97 കുറയ്ക്കണം ആ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ ഏരിയ, അല്ല ലെങ്ത്ത്, പ്ലസ് മറ്റേ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2.97 ആണ്, അതിൻ്റെ ഹൈറ്റ് ഇൻറ്റു അത് അപ്പെക്സിൽ നിന്നാണ് നമുക്ക് കിട്ടുക, അതുകൊണ്ട് 2/3.
ക്ലിയർ ആയോ? അപ്പം ഇത് സി ആണ്, ഇത് ബി ആണ്, ടോപ്പിൽ എ. ബി ടു സി എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റ് ആണ്? 3 മീറ്റർ ആണ്. ദെൻ ഇവിടെ ഈ ഇസഡ് സി എന്ന് പറയുന്നതാണ് 2.97. ബാക്കിയുള്ള ഈ താഴേക്കുള്ള കുഞ്ഞ് ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും? 4 മൈനസ് 2.97. അപ്പോൾ അതും അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ ഇരിക്കുന്ന നമ്മുടെ ട്രയാങ്കിൾ തലയും കുത്തിയാ. ഇതാണ് അപ്പെക്സ്. ഓക്കെ, ഈ പോയിന്റിലാണ് അപ്പെക്സ് വന്ന് നിൽക്കണേ. അപ്പോൾ അപ്പെക്സിൽ നിന്ന് ഈ ഹൈറ്റിൻ്റെ 2/3 ഡിസ്റ്റൻസിൽ. ക്ലിയർ ആയോ? ട്രയാങ്കിൾ തലയും കുത്തി ഇരിക്കണേ. നമ്മൾ ബേസിൽ നിന്നുള്ള ഹൈറ്റ് വേണം എടുക്കാൻ. മനസ്സിലായോ? ആ, ഇനി അടുത്തത് ചെയ്തോ. P2. ആരും മിണ്ടാതിരുന്നില്ലെങ്കിൽ ഭയങ്കര പാടാട്ടോ. എനിക്ക് കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഭയങ്കര പാടാ ഓൺലൈനിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Z1 എന്ന് പറഞ്ഞാൽ 6.01 ആണോ? Z1 ബാർ 6.01 ആണ്. P1 എന്ന് പറയണത് 27.19. 8 ആ, എടുക്കണ ഡെസിമലിൽ വ്യത്യാസം കാണും. മാത്രം മൾട്ടിപ്ലൈ ചെയ്തോളൂ. ആ, മനസ്സിലായി. ഇനി P2 കണ്ടോ, തന്നെ ചെയ്ത് പറ. ഞാൻ എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ തന്നെ ചെയ്യാൻ പഠിക്കൂല. ഏതാ? P2 3.37. ഓക്കെ. P2 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 1.04 ഇൻറ്റു 6.54. Z2 ബാർ എത്ര വരും? Z2 ബാർ 3.34. എങ്ങനെ കിട്ടണേ? 1.04 by 3 plus 3. 3.34. P3 73.6 ആണ്. P3 73.6. 73 ആ? 54.42 ആണുള്ളത്. ആ, 54. P3 എന്താ, റെക്ടാങ്കിൾ അല്ലേ? അപ്പൊ L into B അല്ലേ? P3 എന്ന് പറഞ്ഞാൽ ഏത് ഏരിയ ആണ്? ഇതാണ് തേർഡ് ഏരിയ. ഇത് ഓക്കെ. ഈ റെക്ടാങ്കിൾ വിഡ്ത്ത് 18 പോയിന്റ്, ഇതാണ് ഹൈറ്റ് 3. ഓക്കെ. അതാണ് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഫിഗറിൽ നിന്ന് നമ്മൾ എപ്പോഴും റീഡ് ചെയ്യണം ശ്രദ്ധിച്ച്. ഒരു 2-3 പ്രാവശ്യം നമ്മൾ വെരിഫൈ ചെയ്യണം.
ഇടുന്നതിന് മുന്നേ അത് ഫാസ്റ്റായിട്ട് ചെയ്യാനും പഠിക്കണം. അവിടെയാണ് 54.4 സംതിങ് വരും. Z3 ബാർ എന്ന് പറയുന്നത് 3/2 1.5. ഇനി അടുത്തത് P4 ആണ്. P4 എത്ര വരും? 13.11. 8.74 into 8.74. 13 കറക്റ്റ് ആണ്. 3.11. Z4 എന്ത് വരും? 3/3. P5 എന്ത് വരും? 45. 45 വരും. Z5 ബാർ 3/3 തന്നെ. ഇനി വേഗം ടോട്ടൽ പ്രഷറും ലൈൻ ഓഫ് ആക്ഷനും കൂടെ കണ്ടുപിടിച്ചോ. P1 plus P2 plus P3 plus P4 plus P5 എത്ര കിട്ടിയേ? 88.09. വ്യത്യാസമുണ്ടോ? എല്ലാവർക്കും എത്രയാണ് കിട്ടിയേ? ടോട്ടൽ ആഡ് ചെയ്തതിനകത്ത് 88.67. ഓക്കെ. അതിൻ്റെ അതിനകത്ത് ഇസഡ് ബാർ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ടോട്ടൽ പി എഴുതിയിട്ടില്ല. അതാണ് എനിക്കൊരു കൺഫ്യൂഷൻ. 88 വരുന്നതെന്ന് തോന്നുന്നു. 27 മൈനസ് ഇത് 54. 88 അല്ലേ? അതെ 88.07. 88.6 കറക്റ്റാ. ഇസഡ് ബാറും കൂടെ പറയണേ. മൈനസ് ആയി പോകണ്ടോ? മൈനസ് ആയിരിക്കും. അങ്ങനെ വരുമോ? വരും 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 വരും. -0.18 എന്ന് കിട്ടിയാൽ ഞാൻ 2 പ്രാവശ്യം ചെയ്തു. -0.13 സംതിങ് വരും. എനിക്ക് 183 കിട്ടി. 183. അതാണ് നിങ്ങളുടെ ഇടുന്ന ഡെസിമലിന് അനുസരിച്ച് വേരിയേഷൻ. നെഗറ്റീവ് വരാം. ഇസഡ് ബാർ ഒരിക്കലും പോസിറ്റീവ് തന്നെ ആവണമെന്നില്ല. നെഗറ്റീവ് വരുമ്പോൾ അത് എങ്ങനെ ഇത് ആക്ഷൻ നമ്മൾ ബേസിൽ നിന്ന് താഴേക്ക് പോകും. ബേസിൽ താഴേക്കായിരിക്കും ഇരിക്കുന്ന സ്ട്രെസ്. നമ്മളിപ്പോൾ ബേസിൽ നിന്ന് മുകളിലേക്കാണല്ലോ കൺസിഡർ ചെയ്യണ ഇസഡ് ബാർ. അപ്പം അതിൻ്റെ ശരിക്കുള്ള ആക്ഷൻ വരുന്നത് ചിലപ്പം, അതായത് ആ എർത്ത് ഈ പറയുന്ന എല്ലാ പ്രഷറും കൂടെ ലൊക്കേറ്റ് ചെയ്യുന്ന പോയിന്റ്, ഈ ടോട്ടൽ പ്രഷർ ഇല്ലേ 88, അത് കോൺസെൻട്രേറ്റ് ചെയ്തേക്കണ ഒരു പോയിന്റിലായിരിക്കും. ആ പോയിന്റ് എന്ന് പറയുന്നത് മൈനസ്, നമ്മുടെ ബേസിൽ നിന്ന് ഇത്ര അടി താഴെയാവും. അതാണ് മൈനസ് സൈൻ വരുന്നത്. ആ സോയിലിന്റെ ആ റീറ്റെയിനിങ് വാളിന്റെ ബാക്ക് സൈഡിൽ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധം ഇല്ല. സെൻട്രോയിഡ് മാറാലോ. അപ്പം നമ്മുടെ ഡയഗ്രാം തന്നെ കണ്ടാൽ അറിയാം. ഇസഡ് ബാർ എന്ന് ഉദ്ദേശിക്കുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലേ അതിലേക്കുള്ള? വെർട്ടിക്കൽ. അതെ 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 അതെ.
അതുപോലെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ നല്ല എങ്ങോട്ടാ മാറിയെന്ന് അറിയാൻ പറ്റുള്ളൂ. റിസൾട്ടിന്റെ ആക്ഷൻ, പോയിന്റ് ഓഫ് ആക്ഷൻ ഇസഡ് ബാർ അത് വേണമെങ്കിൽ ഇനി മറ്റേ ഇത് കാണാം. തിരിച്ചുള്ളത് കാണണം അല്ലേ? തിരിച്ചുള്ളത് അത് പക്ഷെ പാടായിരിക്കും ഇതിനകത്ത് ചെയ്യാൻ. കാരണം നമുക്ക് ഈ ഹൈ ഡിസ്റ്റൻസ് എന്നുള്ളത് ഈ എന്താ പറയണേ, നമുക്ക് ഡെപ്ത് വൈസ് അല്ലേ ഇത് ചെയ്യണേ. ലീനിയർ ലെങ്ത് നമുക്ക് അറിയില്ലല്ലോ, ഹൊറിസോണ്ടലി എത്ര ലെങ്ത്തിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മളത് ശരിക്കും ഇൻഫിനിറ്റി എന്നുള്ള കൺസെപ്റ്റിലല്ലേ ചെയ്യണേ. ഈ ലെങ്ത് ഇപ്പൊ ഇങ്ങനെ ഹൊറിസോണ്ടൽ അറിയണമെങ്കിൽ ഇവിടുന്ന് ഈ ബാക്ക് ഫില്ല് ഇങ്ങനെ എത്രയും ലെങ്ത്തിലുണ്ടെന്ന് അറിയണമല്ലോ ഓരോ ഇതിലും ലെയറും. അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എത്ര ലെങ്ത്തിൽ തീർന്നു. എപ്പോഴും എങ്ങനെ ഒരു ഇൻഫിനിറ്റി പോലെയല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഇത് കംപ്ലീറ്റ് ആയി കിട്ടിയില്ലേ? -0.138. ഓക്കെ, ഇതിനകത്ത് ഇനി താഴെയും 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. തനിയെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാമോ ലാസ്റ്റ്? അപ്പൊ അവസാനത്തെ ആൻസർ കിട്ടിയതേ എന്റെ ആൻസറായിട്ട് വ്യത്യാസം വന്നല്ലോ. നല്ല വ്യത്യാസം വന്നില്ലേ? നമ്മളിടുന്ന ഡെസിമലിന്റെ ഇതായിരിക്കാം. ഇന്ന് മിസ് പറഞ്ഞ 2 ഡിജിറ്റിന് തന്നെയാ ചെയ്തതേ. ആ, നിങ്ങൾ അങ്ങനെ ഒരുപാട് ബോധർ ചെയ്യണ്ട. നമ്മൾ എഴുതണ ആൻസർ തെറ്റിപ്പോയി ചിന്തിച്ചോണ്ടിരുന്നാൽ നമുക്ക് എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യാന്ന്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യാം, അത് തെറ്റിപ്പോവാതെ മാക്സിമം നോക്കുക. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫിഗർ, അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫിഗർ റീഡ് ചെയ്യുക എന്നുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫിഗർ റീഡ് ചെയ്യുന്നതിൽ നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ ആൻസറിൽ ഒരുപാട് വേരിയേഷൻസ് വരും. കണ്ടോ, ഇവിടെയൊക്കെ വന്നപ്പോൾ ചില സ്ഥലത്ത് 3 ഡിജിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള ചെറിയ വേരിയേഷൻസ് വരാം. എല്ലാവർക്കും ഇവിടെ ഇതിനകത്ത് ഇട്ടേക്കണ വാല്യൂ മാറിയിട്ടുണ്ട്. ആ, അതാണ് 2 അത് എടുത്തെഴുതുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് താഴെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. തനിയെ സോൾവ് ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ പാസീവ് എർത്ത് പ്രഷറും ചോദിക്കാം. പാസീവ് ആകുമ്പം ആ ഇക്വേഷൻ പ്ലസ് ആവും എന്നുള്ള കൺസിഡറേഷനേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ. പാസീവ് ഒരെണ്ണം ചെയ്യണോ? ഒരു പാസീവ് ചെയ്താലോ? ഉറപ്പായിട്ട് ചെയ്യിക്കാം, കുഴപ്പമില്ല. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്താൽ മനസ്സിലാവുന്നുള്ളൂ. ഓക്കെ, എനിക്ക് മൊഡ്യൂളൊന്ന് തീർക്കണം കേട്ടോ, അപ്പോൾ വേഗം ചെയ്യണം. ഇത് തിയറിയാണ്, ധൃതി പിടിച്ചതല്ല. ഇത് പാസീവ് ആണോ എന്ന് നോക്കട്ടെ. അതെ, ഇത് പാസീവാ. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാം. ഒറ്റ ലെയറോ ധൃതി പിടിച്ചല്ല കേട്ടോ മൊഡ്യൂൾ തീർക്കണമെന്ന്. കാരണം മൊഡ്യൂൾ തീരേണ്ട സമയമായി. 2 മൊഡ്യൂൾ തീരേണ്ട സമയമായി ശരിക്കും. ഞാൻ ഇന്ന് തുടങ്ങൂല. ഫസ്റ്റ് മൊഡ്യൂൾ തിയറിയാണ് ഇനിയല്ല. അതെനിക്കൊന്ന് കുറച്ച് കാര്യങ്ങളുള്ളൂ അതിനകത്ത്. GT2 കുറച്ചുകൂടെ എളുപ്പമാണ് GT1 വെച്ച് നോക്കുമ്പോൾ. മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? ആരുടെ അവിടെ? ബ്രേക്ക് വേണ്ടപ്പോൾ പറയണം കേട്ടോ. 8:45 വിട്ടാ പോരെ? 8:45 to 9. ഓക്കെ,
പിന്നെ നോക്കട്ടെ, മാക്സിമം ഒരു അരമണിക്കൂറിനുള്ള തിയറി ആണ് ഇനിയുള്ളൂ. അപ്പം ഈ പ്രോബ്ലം തീർന്നു കഴിയുമ്പോൾ ബ്രേക്ക് തരാം. പിന്നെ തിയറി ആണുള്ളൂ. ആ തിയറി വലിയ തിയറീസ് ഒന്നുമില്ല, ചെറിയ തിയറീസേ ഉള്ളൂ. അപ്പം അത് അരമണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. 9:30 കഴിയും, 9:45 വിടാം, നോക്കട്ടെ തീരണ അനുസരിച്ച്. ക്വസ്റ്റ്യൻ എഴുതിയോ? വായിച്ചു തരാൻ വേണമെങ്കിൽ, എ 6 meter ഹൈറ്റ് retaining wall with vertical back support soil which is the level of the top of the retaining wall carries a uniform surcharge load of 20 kilopascal. 20 kilopascal. The backfill properties are coefficient C is equal to 5 kilonewton per meter square, unit weight gamma 18.5 kilonewton per meter cube, phi is equal to 30 degree. Determine Rankine's passive earth pressure on the retaining wall. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണെന്ന് എൻ്റെ ഓർമ്മ, മറന്നുപോയി. ആണോന്ന് എനിക്ക് സംശയമുണ്ട്. ക്വസ്റ്റ്യൻ തരാം, ഫിഗർ ക്വസ്റ്റ്യന് തരില്ല, ഫിഗർ നമ്മൾ വരയ്ക്കണം. ഇതിൽ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ എഴുതിയോ? ഈ പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണോ അതോ മീറ്റർ സ്ക്വയർ ആണോ? അത് സംശയം. പാസ്കൽ അത് എപ്പോഴും സംശയം ഈ പാസ്കൽ പറയുന്നത്. പാസ്കല് 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ ഇതാണ് മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ സ്ക്വയർ. അപ്പൊ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെ ആയില്ലേ ഇത്? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആവും. പാസ്കൽ എന്നാൽ നിങ്ങൾ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആവും ഒബ്വിയസ്ലി. ചിലടത്ത് മെഗാ പാസ്കൽ തരുമല്ലോ, അതായി കുഴപ്പം. അപ്പൊ ഇന്നലത്തെ 10 raised സംശയമാണ്. ഇന്നലെ മൊത്തം കൺഫ്യൂഷനായി പാസ്കൽ വന്ന് കയറി. ഞങ്ങളുടെ വേറെ മിസ്സിന്റെ അപ്പൊ മെഗാ പാസ്കലും വേറെ കിലോ ന്യൂട്ടൺ എല്ലാം കൂടി എസ് എല് രണ്ടുകൂടെ മിക്സ് ചെയ്തപ്പോ ആകെ എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട് കുറെ മില്ലിമീറ്ററും കുറെ മീറ്ററും ഒക്കെ ആയിട്ട് വന്നു. ഈ പ്രോബ്ലത്തിൽ എപ്പോഴും പറഞ്ഞ പ്രശ്നമാണ്, യൂണിറ്റ് കൺവേർട്ട് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും. കൺവേർഷൻസ് വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഇടുന്ന ഒരു മെഗാപാസ്കൽ എത്ര കിലോ ന്യൂട്ടൺ? 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. മെഗാ പാസ്കൽ എന്ന് പറയുമ്പം 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ക്വസ്റ്റ്യൻ എഴുതിയോ?
ഓക്കെ, സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒറ്റ ലെയറേ ഉള്ളൂ, ഒരു സർചാർജ് ഉണ്ട്, 20 കിലോ പാസ്കൽ ആണ്. ഹൈസ്റ്റ് എത്രയായിരുന്നു? 4 ആണോ 3 ആയിരുന്നോ? 6 അല്ലാട്ടോ, 6 ആയിരുന്നു. സി 5 ആയിരുന്നു. 5യുടെ വാല്യൂ 30 ആയിരുന്നു. ഗാമ എത്രയായിരുന്നു? 0.5. 18.5 ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ ഇതിന് 2 ലെയർ എ ബി. നമ്മളോട് ചോദിച്ചേക്കണം പാസീവ് എർത്ത് പ്രഷറാണ്, ഒറ്റ ലെയറും ഉണ്ട്. ഓക്കെ, കൊഹഷനും ഉണ്ട്. പാസീവ് എർത്ത് പ്രഷർ ആകുമ്പം നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കെ പി, പാസീവിന്റെ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കാണാം? 1 plus sin 5 by 1 minus sin. 1 plus sin 5 by 1 minus sin 5 ആണ്. എത്ര കിട്ടുമെന്ന് പറ. 3 അല്ലേ? 33 3 ആണ്. ഓക്കെ, അപ്പം അത് നമുക്ക് ഓക്കെ, ഒറ്റ ലെയർ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഒറ്റ വാല്യൂ ഉള്ളൂ. ഇനി നോക്കുക നിങ്ങളുടെ ഫിഗറിൽ എന്തൊക്കെ ഫാക്ടർ കൊണ്ട് സ്ട്രെസ്സസ് ഉണ്ടാവുന്നുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് ആ റീറ്റെയിനിങ് വാളിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സർചാർജ് ഉണ്ട്, സോയിൽ, രണ്ടെണ്ണേ ഉള്ളൂ. വാട്ടർ ടേബിൾ ഒന്നുമില്ല, 2 കണ്ടീഷനേ ഉള്ളൂ. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കണെന്ന് നോക്ക്. പാസീവ് എർത്ത് പ്രഷർ ആണ്. അപ്പോൾ നമ്മൾ പാസീവ് എർത്ത് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എഴുതണം. അപ്പോൾ നോക്കുക, സോയിലിൽ തന്നിരിക്കുന്ന സോയിലിൻ്റെ പ്രോപ്പർട്ടിയിൽ കൊഹഷൻ ഉണ്ടോ എന്ന് നോക്കുക. കൊഹഷൻ ഉണ്ടെങ്കിൽ കൊഹസീവ് സോയിലിൻ്റെ പാസീവ് എർത്ത് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. ഏതാണ് ആ ഇക്വേഷൻ? ഇതല്ലേ പാസീവ് എർത്ത് പ്രഷർ ഫോർ കൊഹസീവ് സോയിൽ. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ, അതവിടെ എഴുതി വയ്ക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോവാണ് ആദ്യം ഡ്യൂ ടു സർചാർജ് ആണ് നമ്മുടെ ആദ്യത്തെ കേസ്. ഓക്കെ, അറ്റ് എ എന്ത് വരും പറയണം. പാസീവ് എർത്ത് പ്രഷർ, അപ്പോൾ അതിന് പി പി എന്ന് കൊടുക്കുകയാണ്. PA1 പകരം PP എന്നാക്കി, പാസീവ് ആണെന്ന് അറിയാൻ. നോട്ടിൽ എഴുതിക്കുമ്പോൾ PA1 എന്നാട്ടോ കുട്ടി തെറ്റിച്ച് കൊടുത്തേക്കണം. PP ഇട്ടാലും കുഴപ്പമില്ല, പാസീവ് ആണ്. PP ഇട്ട് വേണം ചെയ്യാനേ. എന്ത് വരും? സർചാർജ് കൊണ്ടുള്ള സ്ട്രെസ്. സർചാർജ് കൊണ്ടും ഓരോ ലെയറിലും എങ്ങനെയാണ്? KP into Q ആയിരിക്കും, which is equal to 3 into 20, 60 വരും. ഇനി ഇത് തന്നെ അടുത്ത ലെയർ എന്താണ്? 2 ലെയർ ഉള്ളൂ, അറ്റ് ബി ആണ്. ബിയിൽ സെയിം തന്നെ വരും. എപ്പോഴും സർചാർജ് കൊണ്ട് എന്ത് തന്നെയാണ്? KP, അതായത് സോയിൽ ലെയർ മാറിയാൽ മാത്രമാണ് KPയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുള്ളൂ. ഒറ്റ ലെയർ ഉള്ളതുകൊണ്ട് ഇതേ ഉള്ളൂ. ഇനി എന്താണ്? ഡ്യൂ ടു സോയിൽ വരുമ്പോഴാണ് നമ്മൾ കൊഹസീവിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. അപ്പം അറ്റ് എ എന്ത് വരും? PP1. KP ഗാമ H പ്ലസ് 2C റൂട്ട് K ആണ് ഇക്വേഷൻ. K അല്ല KP. എയിൽ 3 ഇൻറ്റു ഗാമ 18.5 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു കൊഹഷൻ എത്രയായിരുന്നു? 10 5 ഇൻറ്റു റൂട്ട് 3 ഇങ്ങനെ വരും.
ഓക്കെ, ഇനി അറ്റ് ബിയിൽ പറയാമോ? എൻ്റെ ആൻസർ വരുന്നത് 10√3. -17.32 ആണ്. എവിടെ മൈനസ് ഉണ്ടോ? പ്ലസ് ആ പ്ലസ് അത് പ്ലസ് പ്ലസ് ആ. ആണോ? ആ തെറ്റി. മൈനസ് ഇട്ടാൽ നമ്മൾ ചെയ്യുന്നത് ഡയഗ്രാം വരയ്ക്കുമ്പോൾ മൊത്തം തെറ്റിപ്പോവും. പാസീവ് ആകുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആണ്. പാസീവിൽ മോസ്റ്റ് പ്രോബബ്ലി നെഗറ്റീവ് വാല്യൂസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെ അതെ, കോസീവിനും പോസിറ്റീവ് ആണല്ലോ അല്ലേ? അതാ പറ്റി ഞാൻ മൈനസ് ആക്കി. അല്ലല്ല, പാസീവ് ആവുമ്പം ഈ ഇക്വേഷൻ ഇത് നടുക്ക് പോസിറ്റീവ് ആണ്. ആക്റ്റീവ് ആവുമ്പോഴാണ് KA-Γh -2C വരണേ. സ്ട്രെസ് റിവേഴ്സിൽ നടക്കണത്. ആക്റ്റീവ് ഓക്കെ, ഞാൻ പ്ലസ് ഇട്ടില്ല. പ്ലസ് ഇടണം, തെറ്റിപ്പോകും കേട്ടോ. ഫുൾ ആൻസർ ആക്റ്റീവ് എർത്ത് പാസീവ് എർത്ത് പ്രഷർ ചോദിച്ചിട്ട് ആക്റ്റീവ് എർത്ത് പ്രഷർ ചെയ്ത് വെച്ചാൽ ഒരു മാർക്കും തരില്ല. ജസ്റ്റ് KA കണ്ടതിനും KP കണ്ടതിനും ഒക്കെ എന്തെങ്കിലും 1-2 മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, ഇനി അറ്റ് ബിയിൽ പറയാമോ? പിന്നെ 3 into 18.5 into 6 plus 2 into 5 into √3. ഓക്കെ, 350.32. 350.32. കറണ്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര കാറ്റും മഴയും വന്നിട്ടുണ്ട്. കറണ്ട് പോയാലും ഞാൻ ഫോണിൽ നിന്ന് കയറാം. തിയറി ആണല്ലോ ഇനി. വേറെ നെറ്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ എന്നുവെച്ചാൽ ഫോണിന് റേഞ്ച് ഉണ്ടെങ്കിൽ ഫോണിൽ നിന്ന് കയറാട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യണം, അങ്ങനെ എങ്ങാനും കട്ടായി പോയാലേ. ഇനി സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കണം. ഇതാണ് നമ്മുടെ റീറ്റെയിനിങ് വാൾ. ഇവിടെ ഒരു സർചാർജ് ഉണ്ടായിരുന്നു, അതൊക്കെ വരയ്ക്കണം. ഇനി സർചാർജ് കൊണ്ടുള്ള സ്ട്രെസ് താഴെയും 60 മുകളിലും 60. 60 വരും. എർത്ത് പ്രഷർ കൊണ്ട് മുകളിൽ 17.32 ആണ്, താഴെ 350.32 ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ, തേർഡ് വൺ. ഈ മൂന്നിൻ്റെ ഏരിയ കാണാം, ടോട്ടൽ ആൻസർ പറയാം.
ഈ പ്രോബ്ലം ചെയ്തില്ലെങ്കിൽ ഇത് ഓർക്കില്ലായിരുന്നു. ഇത് അത്യാവശ്യം. പാസീവ് അല്ലേ? പാസീവ് എർത്ത് പ്രഷറിന്റെ അല്ലേ? അതെ അതെ, അല്ലെങ്കിൽ ഇപ്പം മൊത്തം തെറ്റിയാണ്. എനിക്ക് വേറെ സംശയം ഉണ്ടായിരുന്നു, ഈ പാസീവിന് വല്ല നെഗറ്റീവ് ഇടണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ചോദിച്ചില്ല, ആക്റ്റീവ് പോസിറ്റീവ് പാസീവ് നെഗറ്റീവ് ആണോ എന്നൊക്കെ. ആ ഓ. P1, P2, P3 മൂന്ന് ഏരിയ കാണാം. ആൻസർ പറയാം വേഗം. എന്നിട്ട് നിങ്ങൾ ബ്രേക്കിന് വെക്കോ, 9 മണിക്ക് ജോയിൻ ചെയ്താൽ മതി. ആയിരത്തി 462.92 ആണ്. 2.32 കറക്റ്റ് ആണ്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? 1462 ടോട്ടൽ പ്രഷർ. 2.32. 1462 ഇസഡ് ബാർ 2.32. ഓക്കെ, പാസീവ് അതുകൊണ്ടാ ചെയ്യിച്ച. ഇനി ആരെങ്കിലും ഓർക്കാതെ മൈനസ് ഇട്ട് ചെയ്താലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 8:40 കഴിഞ്ഞു. 9 മണിയാകുമ്പോൾ ഷാർപ്പ് ജോയിൻ ചെയ്യണേ. ഇനി കുറച്ച് തിയറി ആണ്. തിയറി കഴിയുമ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഫസ്റ്റ് മോഡ്യൂൾ തീർന്നു, പ്രോബ്ലംസ് എല്ലാം തീർന്നു. ഇനി അതിനകത്ത് കുറച്ച് തിയറീസ് ആണ് പെൻഡിങ് ഉള്ളത്. ആ തിയറി എന്ന് പറഞ്ഞാൽ ഒരു തിയറം ഉണ്ട്, ജസ്റ്റ് അത് അസംഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. റാങ്കൈൻ പോലുള്ള ഒരു തിയറം, അസംഷൻ മാത്രമേ ഉള്ളൂ, പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫൗണ്ടേഷൻ ടൈപ്സ് എന്താണ്, അതെങ്ങനെയാണ് സെലക്ട് ചെയ്യണത്. ഇത്രയും തിയറീസ് ആണ് ഇനി ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. ബാക്കി എല്ലാ പ്രോബ്ലവും കഴിഞ്ഞു. ഓക്കെ, 9 മണിക്ക് ജോയിൻ ചെയ്യാം. മാക്സിമം ഒരു അരമണിക്കൂർ പറഞ്ഞ തീരുമാനം അനുസരിച്ച് നേരത്തെ വിടാം. ഓക്കെ, അടുത്തത് അസംഷൻസ് ആണ്. അസംഷൻസും പോയിട്ട് കമ്പാരിസൺ ആണ്. റാങ്കൈൻസ് തിയറിയും കൂളംസ് എർത്ത് പ്രഷർ തിയറിയും തമ്മിലുള്ള മേജർ ഡിഫറൻസുകളാണ്. ഇത് എക്സാമിന് മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അല്ലെങ്കിൽ കമ്പയർ ബിറ്റ്വീൻ റാങ്കൈൻസ് എർത്ത് പ്രഷർ തിയറി ആൻഡ് കൂളംബ് എർത്ത് പ്രഷർ തിയറി. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റിംഗ് സിമ്പിൾ എർത്ത് പ്രഷർ. സിമ്പിൾ എർത്ത് പ്രഷർ ആണ് രണ്ടിടത്തും കാൽക്കുലേറ്റ് ചെയ്തത്. ഒരെണ്ണം 1857 റാങ്കൈൻ ഡെവലപ്പ് ചെയ്തത്, മറ്റത് 1776 റാങ്കൈൻ്റെ അസംഷനിൽ സോയിൽ ഈസ് കൊഹഷൻലെസ് ആണ്, അതായത് ക്ലേ കമ്പോണന്റ് ഇല്ല. രണ്ടുപേരും അസ്യൂം ചെയ്തപ്പം അങ്ങനെയാണ് അസ്യൂം ചെയ്തത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആണ്. രണ്ട് മെറ്റീരിയലും ഹോമോജീനിയസ് ആണ്, സോയിൽ ഹോമോജീനിയസ് ആണെന്നുള്ള അസംഷനിലാണ് റാങ്കൈനും കൂളംബും ഇത് ചെയ്തത്. അടുത്ത അസംഷനും ഒരുപോലെ തന്നെയായിരുന്നു, സെമി ഇൻഫൈനൈറ്റ്. ഒരു വാൾ ഉണ്ടെങ്കിൽ ലോങ് വാളുമാണ്, അതായത് സോയിൽ അതിൻ്റെ ബാക്കിലേക്ക്
ബൗണ്ടറി കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ആ വോളിനെ നമ്മൾ കൺസിഡർ ചെയ്തത്. ദെൻ അടുത്തത് വെൽ ഡ്രെയിൻഡ് ടു അവോയ്ഡ് കൺസിഡറേഷൻസ് ഓഫ് പോർ പ്രഷർ. രണ്ടിടത്തും അങ്ങനെ തന്നെയായിരുന്നു. ഡ്രെയിനിങ് വെൽ ഡ്രെയിൻഡ് ആണ്, അതായത് പോർ വാട്ടർ പ്രഷർ വന്ന് സ്മൂത്തായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടാണ് രണ്ടുപേരും ആ തിയറീസ് ഇത് ചെയ്തത്. ഇനി മേജർ ഡിഫറൻസ് വരുന്ന അടുത്ത ഇതിലാണ് റാങ്കൈൻസ് എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് മോർ എർത്ത് പ്രഷർ ദാൻ കൂളം വെഡ്ജ് തിയറി ഫോർ എ ലെവൽ ബാക്ക് സ്ലോപ്പ്. റാങ്കൈൻ ആണ് ഏറ്റവും കൂടുതൽ എർത്ത് പ്രഷർ, അതായത് റാങ്കൈൻസ് തിയറി വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന എർത്ത് പ്രഷറിൻ്റെ വാല്യൂ ആയിരുന്നു കൂടുതൽ കമ്പയർഡ് ടു കൂളമ്പിന് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ റാങ്കൈനും കൂളമ്പും വെച്ച് ചെയ്താൽ, പക്ഷെ റാങ്കൈനിലായിരുന്നു എർത്ത് പ്രഷറിൻ്റെ വാല്യൂ ഇൻറ്റൻസിറ്റി കൂടുതൽ വരുന്നത്, മറ്റിടത്ത് കുറവായിരുന്നു. അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് റാങ്കൈൻ തിയറി ടു എ റീഇൻഫോഴ്സ്ഡ് സോയിൽ സ്ട്രക്ചേഴ്സ് ഫിക്സസ് ദ ഇൻറ്റേർണൽ ഫെയിലിയർ പ്ലെയിൻ ആസ് എ 45/5/2. അപ്പം ഒരു റീഇൻഫോഴ്സ്ഡ് സോയിൽ സ്ട്രക്ചറിലാണ് നമ്മൾ ഈ എർത്ത് പ്രഷർ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അതിനൊരു ഇൻറ്റേർണൽ ഫെയിലിയർ പ്ലെയിൻ ഉണ്ടെന്നും ആ ഫെയിലിയർ പ്ലെയിൻ 45+5/2 ഡിഗ്രിയിലാണ് ആ ഫെയിലിയർ പ്ലെയിൻ പോണേന്നും അസംഷനിലാണ് റാങ്കൈൻ സ്റ്റഡി ചെയ്തത്. കൂളമ്പിന് അങ്ങനെ ഒരു യുണീക്ക് ഫെയിലിയർ ആംഗിൾ ഇല്ല. ഓക്കെ, ഓരോ ഡിസൈനും ഓരോ ആംഗിളിലായിരിക്കും അത് ഫെയിൽ ആവണേന്നാണ് കൂളം കണ്ടുപിടിച്ചത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിലാണ് എപ്പോഴും ഫെയിലിയർ ഉണ്ടാവുന്നതെന്നുള്ളൊരു അസംഷൻ കൂളമ്പിനില്ലായിരുന്നു. അടുത്തത് റാങ്കൈൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് റാങ്കൈൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എർത്ത് പ്രഷർ ആൻഡ് ഫിക്സഡ് ഫെയിലിയർ പ്ലെയിൻ ഈസ് ഫെർവേർഡ് ബൈ ദ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസീസ്. അതായത് ഒരു സ്ട്രെസ്സിൻ്റെ സ്റ്റേറ്റ് വെച്ചിട്ടാണ് റാങ്കൈൻ കൂടുതലായിട്ട് എർത്ത് പ്രഷർ തിയറി പറഞ്ഞത്. മറ്റേടത്ത് വെഡ്ജ് തിയറി, വെഡ്ജ് എങ്ങനെയാണോ ഫെയിൽ ആവുന്നത് ആ വെഡ്ജ് എന്ന് പറഞ്ഞ ഒരൊറ്റ റിജിഡ് ബോഡി, സോയിൽ ആസച്ചെ ഒരു റിജിഡ് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് കൂളംബ് അതിനെ അനലൈസ് ചെയ്തത്. ഇത്രയാണ് മേജർ ഡിഫറൻസസ്. ഇത് കൂടാതെ 3-4 പോയിന്റ്സ് ഞാൻ ആ നോട്ടിൽ ഇട്ടിട്ടുണ്ട്, അതും കൂടെ പഠിക്കാം. അടുത്തത് ഈ മൊഡ്യൂളിൽ ഇനിയുള്ളത് ഫൗണ്ടേഷൻ ആണ്. നമുക്ക് ബേസിക്കലി 2 ഫൗണ്ടേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും. ഇങ്ങനെ 2 ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ട്. ഈ സെക്ഷനിൽ നമ്മൾ പറയുന്നത് ഷാലോ ഫൗണ്ടേഷൻ എന്തൊക്കെ ടൈപ്പാണെന്നും ഷാലോ ഫൗണ്ടേഷനിൽ എങ്ങനെയാണ് എന്തൊക്കെ ടൈപ്പ് ആണെന്നും എങ്ങനെയാണ് നമ്മളൊരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്, ഇത്തരം കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ ഇനി ബാക്കിയുള്ള ടോപ്പിക്ക്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ലോവർ മോസ്റ്റ് പോർഷനിൽ കൊടുക്കുന്ന ഒരു സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ മുകളിലുള്ള അതായത് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന എല്ലാ ലോഡും സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് എന്ത്? ഫൗണ്ടേഷൻ്റെ ബേസിക്കായ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെയാണ് ബേസിക്കലി ഉള്ള ഫങ്ഷൻ. ലോഡ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സെറ്റിൽമെൻറ്റ്, സോയിലിന് സെറ്റിൽമെൻറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുക, സ്ലൈഡിങ് അല്ലെങ്കിൽ ഓവർ ടേണിങ് ഉണ്ടാവാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അണ്ടർമൈനിങ് ഒക്കെ ചെയ്ത് ബിൽഡിങ്ങിന് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ കൊടുക്കുക. പിന്നെ ഒരു ഫേം ആൻഡ് ലെവൽ സർഫസിലായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഫൗണ്ടേഷൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറ്. അടുത്തതാണ് സെലക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ. എങ്ങനെയാണ് നമ്മളൊരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യേണ്ടത്? എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന ടൈപ്പ് ഫൗണ്ടേഷൻ അവിടെ കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം എക്കണോമിക്കൽ ഫീസിബിലിറ്റി നമ്മൾ സ്റ്റഡി ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ, എന്ത് ടൈപ്പ് സൂപ്പർ സ്ട്രക്ചറാണ് നമ്മൾ പണിയാൻ പോണത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇമ്പോർട്ടൻസ് ഓഫ് ബിൽഡിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ലൈഫ് ഓഫ് ദി സ്ട്രക്ചർ, നമ്മൾ പണിയാൻ പോകുന്ന സ്ട്രക്ചറിന് എത്രത്തോളം ലൈഫ് വേണം, സൂപ്പർ സ്ട്രക്ചറിന് എത്രത്തോളം ലോഡുണ്ട്, ഏത് ടൈപ്പ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, സോയിലിലെ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ എവിടെയാണ്, നിയർ ബൈ എന്തെങ്കിലും അഡ്ജോയിനിങ് സ്ട്രക്ചേഴ്സ് ഉണ്ടോ, സോയിൽ കണ്ടീഷൻ എങ്ങനെയാണ്, ലൊക്കേഷൻ ഓഫ് ദ ബിൽഡിംഗ്. ഇത്രയും ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് യൂഷ്വലി നമ്മൾ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, നിങ്ങളെല്ലാവരും എപ്പോഴും ചെയ്യുന്ന കാര്യമായിരിക്കും ഇത്. ഇനി 2 ടൈപ്പ് ഫൗണ്ടേഷനാണ്, ഒന്ന് ഷാലോ ഫൗണ്ടേഷനും മറ്റൊന്ന് ഡീപ്പ് ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദി ഫൗണ്ടേഷൻ ഈക്വൽ ടു ഡെപ്ത്, അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് വിഡ്ത്തിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിൽ കുറവോ അങ്ങനെയുള്ള ഫൗണ്ടേഷനെയാണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുക. അതിന് തന്നെ നമ്മൾ പറയുന്ന പേരാണ് ഫൂട്ടിങ്. ഓക്കെ, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഷാലോ ഫൗണ്ടേഷൻ. അതിൽ ആദ്യത്തെയാണ് സ്ട്രിപ്പ് ഫൂട്ടിങ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിങ്.
രണ്ടാമത്താണ് ഐസൊലേറ്റഡ് അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, സ്ട്രാപ്പ് ഓർ കാൻഡിലിവർ ഫൂട്ടിംഗ്, കണ്ടിന്യൂസ് ഫൂട്ടിംഗ്, റാഫ്റ്റ് ഓർ മാറ്റ് ഫൂട്ടിംഗ്, ഗ്രില്ലേജ് ഫൂട്ടിംഗ്. ഇത്രയാണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷന് വേണ്ടി കൊടുക്കുന്ന ഫൂട്ടിങ്സ്. അടുത്തതാണ് ഡീപ്പ് ഫൗണ്ടേഷൻ. വിഡ്ത്തിനെ വെച്ച് നോക്കുമ്പോൾ ഡെപ്ത് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫൗണ്ടേഷൻസിനെയാണ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയാം. അതിന് ഏറ്റവും എക്സാമ്പിളാണ് പൈൽ ഫൗണ്ടേഷൻ. ദെൻ മോഡറേറ്റ്ലി ഡീപ്പായിട്ടുള്ള ഫൗണ്ടേഷനാണ് വെൽ ഫൗണ്ടേഷൻ. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കില്ലേ? താഴേക്കുണ്ട്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ഓരോന്നും എന്താണ് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ അങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പൊ ഷാലോ ഫൗണ്ടേഷൻ കോളംസിന്റെ മിസ് പറഞ്ഞു തീർത്തപ്പോ അതിന്റെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതാണോ? ഇല്ല, പ്രോബ്ലം ഒന്നുമില്ല. ജസ്റ്റ് അസംഷൻസ് മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രോബ്ലം നമ്മൾ സിലബസിൽ പറയണില്ല. ഒന്നുമില്ല, അതിന്റെ അസംഷൻസ് മാത്രം. പിന്നെ ആ കമ്പാരിസണും കൂളംബും റാങ്കിനും തമ്മിലുള്ള കമ്പാരിസൺ. ഈ പോയിന്റ് പഠിക്കണേക്കാളും കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നുന്നു. ഞാൻ നോട്ടിൽ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ്സ് പഠിക്കായിരിക്കും. വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഈ PPT കഴിഞ്ഞ് കഴിയുമ്പോൾ ആ നോട്ടിലിട്ടേക്കണ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഫൗണ്ടേഷൻ ചോദിക്കും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും അതിന്റെ പാർട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ 5 മാർക്കിനോ 10 മാർക്കിനോ എന്ത് ചെയ്യണം ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. അത് ഷാലോ ഫൗണ്ടേഷൻ ആണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഷാലോ ഫൗണ്ടേഷൻ ഏതൊക്കെയാണെന്ന് ഏത് ടൈപ്പ് ആണെന്നും എപ്പോഴും ചോദിക്കും. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഇതാണ് ഷാലോ ഫൗണ്ടേഷൻ. ഡെപ്ത് ടു വിഡ്ത്ത് എന്ന് പറയുന്നത് റേഷ്യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഷാലോ എന്ന് പറയും. മോഡറേറ്റ് ആണെങ്കിൽ 1 115 ഇടയ്ക്കായിരിക്കും. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ DF/B റേഷ്യോ ഗ്രേറ്റർ ദാൻ 15 ആയിരിക്കും. യൂഷ്വലി അങ്ങനെയാണ് നമ്മൾ ഫൗണ്ടേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അടുത്തതാണ് ഡീപ്പ് ഫൗണ്ടേഷൻ. ആദ്യം ഡീപ്പ് ഫൗണ്ടേഷൻ പറഞ്ഞിട്ട് ഷാലോ ഫൗണ്ടേഷനിലേക്ക് പോകാം. ഡീപ്പ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അടുത്ത ഒരു 4th മൊഡ്യൂളിൽ വരുന്നുണ്ട്. പൈൽ ഫൗണ്ടേഷൻ, അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം പൈൽ ഫൗണ്ടേഷൻ 4th മൊഡ്യൂളിൽ വരുന്നുണ്ട്. അവിടെ അതിൻ്റെ പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്യും. ഇവിടെ ജസ്റ്റ് എന്താണെന്ന് മാത്രമാണ് പറഞ്ഞു പോകണുള്ളൂ. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പൈൽ ഫൗണ്ടേഷൻ ആണ്. അതുപോലെ തന്നെ മോഡറേറ്റ്ലി ഡീപ്പായിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് വെൽ ഫൗണ്ടേഷൻ. ഇത് രണ്ടെണ്ണമാണ് ഡീപ്പ് ഫൗണ്ടേഷൻ. പൈൽ ഫൗണ്ടേഷൻ നമ്മൾ എവിടെയാണ് കൊടുക്കണേ? വെൻ ദ സോയിൽ അറ്റ് ഷാലോ ഡെപ്ത് ഈസ് വീക്ക് ആൻഡ് ഈസ് ലോ ബിയറിംഗ് കപ്പാസിറ്റി പൈൽ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഷാലോ ഡെപ്ത്, അതായത് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഫൗണ്ടേഷൻ കൊടുക്കേണ്ട ഡെപ്തിൽ സോയിൽ എന്താണ് വീക്ക് ആകുകയും ബിയറിംഗ് കപ്പാസിറ്റി വളരെ കുറവാണെങ്കിലാണ് യൂഷ്വലി പൈൽ ഫൗണ്ടേഷൻസ് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഫോർ ടോൾ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് വിത്ത് ഹൈ ലോഡ്സ് പൈൽ ഫൗണ്ടേഷൻ കൊടുക്കും. ദെൻ ലോഡ് ട്രാൻസ്ഫർ ടു എ ഫേം സ്ട്രാറ്റ ത്രൂ പൈൽ ഫൗണ്ടേഷൻ. എങ്ങനെ ശരിക്കും ചെയ്യണേ? ഒരു ഫേം സ്ട്രാറ്റത്തിൽ നിന്നാണ് നമ്മൾ ആ പൈൽ അടിച്ചു കയറുന്നത്. അപ്പം ആ ഫേം സ്ട്രാറ്റത്തിലേക്കാണ് ഈ പൈല് വഴി ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. പൈൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു സ്ലെൻഡർ മെമ്പറാണ്. കോൺക്രീറ്റോ സ്റ്റീലോ ടിമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പോസിറ്റ് മെറ്റീരിയൽസോ ഉണ്ടാക്കുന്ന ഒരു സ്ലെൻഡർ മെമ്പറിനെയാണ് നമ്മൾ പൈൽ എന്ന് പറയാം. ഇതാണ് വെൽ ഫൗണ്ടേഷൻ. വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ബോക്സ് ലൈക്ക് സ്ട്രക്ചറാണ്. ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻസിലാണ് യൂഷ്വലി നമ്മൾ ഈ ടൈപ്പ് ഫൗണ്ടേഷൻസ് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഹോളോയാണ്. ഈ ഹോളോയിൽ നമ്മൾ സാൻഡ് ഫില്ല് ചെയ്യും. സാധാരണ മണലില്ലേ, മണൽ ഫില്ല് ചെയ്യും. ബോട്ടത്തിൽ ഒരു പ്ലഗ് ഉണ്ട്. പ്ലഗ്ഡ് അറ്റ് ദി ബോട്ടം വിത്ത് കോൺക്രീറ്റ്. ബോട്ടം പോർഷനിൽ നമ്മളൊരു കോൺക്രീറ്റ് ചെയ്യും. എന്നിട്ട് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വാൾ പോലെ കെട്ടിപ്പൊക്കും ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സാൻഡ് വെച്ച് നമ്മൾ ഫില്ല് ചെയ്യും. എന്നിട്ട് പിയറും പിയർ ക്യാപ്പും ഒക്കെ കൊടുത്ത് അതിൽ നിന്നാണ് ബ്രിഡ്ജസ് നമ്മൾ യൂഷ്വലി കൺസ്ട്രക്ട് ചെയ്ത് പോകുന്നത്. ഇതാണ് വെൽ ഫൗണ്ടേഷൻ. അടുത്തത് ഷാലോ ഫൗണ്ടേഷൻ ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതൊക്കെയാണ് ഷാലോ ഫൗണ്ടേഷൻ. സ്ട്രിപ്പ് കണ്ടിന്യൂസ്ലി നമ്മളൊരു വോളിന് ചുറ്റും കൊടുക്കുന്നതാണെങ്കിൽ അതിനെ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ. ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്തിനേക്കാളും വളരെ വളരെ കൂടുതലാണെങ്കിൽ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയും. ഐസൊലേറ്റഡ് എല്ലാവർക്കും അറിയാം, ഒരു ഇൻഡിവിജ്വലി കോളത്തിൻ്റെ താഴെ കൊടുക്കുന്ന ഫൗണ്ടേഷൻസ് ആണ് ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ. ഫൂട്ടിംഗ്. പിന്നുള്ളത് കമ്പൈൻഡ്. നമുക്ക് 2 കോളം അടുത്താണ് അല്ലെങ്കിൽ ഇനഫ് സ്പേസ് ഇല്ല 2 കോളത്തിന് സെപ്പറേറ്റ് ഫൂട്ടിംഗ് കൊടുക്കാൻ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കും. അടുത്ത് സ്ട്രാപ്പാണ്. ഓരോ കോളത്തിലും അടിയിൽ ഇൻഡിവിജ്വൽ ഫൗണ്ടേഷൻസ് ഉണ്ടാവും. ആ 2 ഫൗണ്ടേഷൻസ് തമ്മിൽ എന്ത് ചെയ്യും? ഒരു കാൻഡിലിവർ പോലെ ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് ബന്ധിപ്പിക്കും. അത് ഒരു കോളം വലുതും ഒരു കോളം ചെറുത് അല്ലെങ്കിൽ ലോഡ് വരുന്ന വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കൺസ്ട്രെയിൻസിലാണ് യൂഷ്വലി നമ്മൾ സ്ട്രാപ്പ് കൊടുക്കുക. അടുത്താണ് റാഫ്റ്റ്. ആ ഒരു ബിൽഡിംഗ് എൻറ്റയർ ഫൗണ്ടേഷൻ കവർ ചെയ്യും. അതായത് എത്ര കോളം ഉണ്ടോ ആ കോളത്തിനെ ഫുൾ കവർ ചെയ്ത് കൊടുക്കുന്ന ഫൗണ്ടേഷനാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ. ദെൻ ഇതാണ് സ്ട്രിപ്പ്. ലോഡ് ബിയറിംഗ് വോൾസ്.
ലോഡ് ബിയറിംഗ് വോൾസിലാണ് യൂഷ്വലി നമ്മൾ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ കൊടുക്കുക. ആ വോളിൻ്റെ ലെങ്ത് എവിടെയാണോ ആ ത്രൂ ഔട്ട് ലെങ്ത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രിപ്പ് ഫൂട്ടിങ് കൊടുക്കും. അതിങ്ങനെ സ്റ്റെപ്ഡായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സിംപ്ലി ഒറ്റ ലെങ്ത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതാണ് സ്ട്രിപ്പ് ഫൂട്ടിങ്. അടുത്തത് സ്പ്രെഡ് ഫൂട്ടിങ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിങ്. ഓരോ സിംഗിൾ കോളത്തിൻ്റെ താഴെ നമ്മൾ കൊടുക്കുന്ന ഫൂട്ടിംഗ് ആണ് സ്ട്രിപ്പ് ഫൂട്ടിങ് അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിങ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിങ്. അതിൻ്റെ ഷേപ്പിനനുസരിച്ച് വീണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. സ്ക്വയർ ആവാം, സർക്കുലർ ആവാം, റെക്ടാങ്കുലർ ആവാം. അല്ലെങ്കിൽ സ്റ്റെപ്പ് പോലെ കൊടുക്കാം, സ്ലോപ്പ് ചെയ്ത്, ഈ ഫിഗർ കാണുന്ന പോലെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിലും നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി ഇതിനകത്ത് സിംപ്ലർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് കമ്പയർഡ് ടു അതർ ടൈപ്സ്. ഏറ്റവും സിമ്പിൾ രീതിയിലാണ് നമ്മൾ ഇതിൽ യൂഷ്വലി റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അടുത്തത് കമ്പൈൻഡ് ആണ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 2 കോളത്തിനെ കമ്പൈൻ ചെയ്യാനാണ്, 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കോളംസിനെ കമ്പൈൻ ചെയ്യാനാണ് നമ്മൾ യൂഷ്വലി കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുക. ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് വെൻ 2 കോളംസ് ആർ വെരി നിയർ ടു ഈച്ച് അതർ. 2 കോളം ഉണ്ട് വളരെ അടുത്താണ്. ഇൻഡിവിജ്വലി ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുക്കുമ്പം ഓവർലാപ്പിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തൊരു കേസാണ്, ഒരു കോളം ഉണ്ട്, അത് ബൗണ്ടറി ലൈൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ലൈനിനോട് തൊട്ട് ചേർന്നാണ്. അപ്പം ഇൻഡിവിജ്വലി ഫൂട്ടിംഗ് കൊടുക്കാൻ ഇനഫ് സ്പേസ് ഇല്ല, കാരണം ബൗണ്ടറി ലൈൻ ആയതുകൊണ്ട്. അങ്ങനെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള കോളം എന്താണോ അത് വെച്ച് കമ്പൈൻ ചെയ്ത് കൊടുക്കും. ഇനി ഇത് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഫോർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഫൂട്ടിംഗ് ഏരിയ ഷുഡ് കോയിൻസൈഡ് വിത്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കമ്പൈൻഡ് ലോഡ്സ് ഓഫ് 2 കോളം. 2 കോളത്തിലെ ലോഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണോ വരുന്നത് ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫൂട്ടിംഗ് കൊടുക്കുക, കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുന്ന ഏരിയയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് കോയിൻസൈഡ് ചെയ്യണം. അങ്ങനെയാണ് യൂഷ്വലി നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ്സ് കൊടുക്കേണ്ടത്. അടുത്തത് ഇതാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. എന്താ പറഞ്ഞത്, ബൗണ്ടറി ഇഫ് ദർ ഈസ് സ്പേസ് റെസ്ട്രിക്ഷൻ ഇൻ ദി ഔട്ടർ കോളം. ഇത് കണ്ടോ, ബൗണ്ടറി ലൈനിനോട് തൊട്ട് ചേർന്നാണ്. അപ്പം ഈ ഒരു കോളത്തിന് മാത്രം ഇനഫ് സ്പേസ് ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള കോളം കൂടെ കൺസിഡർ ചെയ്ത് കമ്പൈൻഡ് ആക്കി കൊടുക്കും. ഇനി റെഗുലർ അല്ലെങ്കിൽ ഏരിയ കൂട്ടി കൊടുക്കൂലേ, വലിയ ഒരെണ്ണത്തിന് വലിയ ലോഡ് വന്നിട്ട് ചെറിയ ലോഡ് ആണെങ്കിലേ ചെറിയ ലോഡ് ഏരിയ കൂട്ടി കൊടുക്കൂലേ, ഏരിയ കൂട്ടി കൊടുക്കും. ഇതുപോലെ റെക്ടാങ്കുലർ ആവാം, അതിൻ്റെ ഷേപ്പ് ട്രപ്പിസോയിഡൽ ആവാം, ഏത് ഷേപ്പിൽ വേണമെങ്കിൽ. റെക്ടാങ്കുലർ അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ ഷേപ്പിലാണ് യൂഷ്വലി നമ്മൾ ഈ കമ്പൈൻഡ് ഫൂട്ടിങ്സ് കൊടുക്കുക. അടുത്തത് സ്ട്രാപ്പാണ്. കണ്ടോ, സ്ട്രാപ്പ് ഫൂട്ടിങ്. ഇത് ഐസൊലേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഫൂട്ടിങ്സ് ആണ്. ഓക്കെ, ഐസൊലേറ്റഡ് ഫൂട്ടിങ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബീം പോലെ, ഒരു സ്ട്രാപ്പ് ബീം എന്ന് പറയും, ഒരു ബീം വെച്ച് നമ്മൾ കണക്ട് ചെയ്യും. ഇത് നമ്മൾ കൊടുക്കണം എപ്പോഴാന്ന് വെച്ചാൽ, ഇഫ് ദ ഔട്ടർ കോളം ഈസ് വെരി നിയർ ടു ബൗണ്ടറി ആൻഡ് ദ കോളം സ്പേസിങ് ഈസ് വെരി ഹൈ. ഔട്ടർ കോളം ബൗണ്ടറിയോട് ചേർന്നാണ്, 2 കോളം തമ്മിൽ എന്താണ്, വളരെയധികം ഡിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കാൻ പറ്റില്ല, എക്കണോമിക്കൽ ആയിരിക്കില്ല. അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ വരുമ്പോഴാണ് നമ്മൾ യൂഷ്വലി ഈ സ്ട്രാപ്പ് ബീം കൊടുക്കുക. ബൗണ്ടറിയോട് ചേർന്നാണ് ഒരു കോളം, മറ്റേ കോളം കുറച്ച് ദൂരെയാണ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് അൺഎക്കണോമിക്കൽ ആവും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് യൂഷ്വലി നമ്മൾ ഈ സ്ട്രാപ്പ് ബീം അല്ലെങ്കിൽ കാൻഡിലിവർ ഫൂട്ടിങ്സ് നമ്മൾ കൊടുക്കുക. ദെൻ അതിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, എക്സെൻട്രിക് ഫൂട്ടിംഗ് നിയർ ടു ദി ബൗണ്ടറി. ബൗണ്ടറിക്ക് തൊട്ടടുത്തുള്ള ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ആൻഡ് ദി കോൺസെൻട്രിക് ഇന്നർ ഫൂട്ടിങ്സ് ആർ കണക്റ്റഡ് ബൈ സ്ട്രാപ്പ് ഫൂട്ടിംഗ്. അതായത് ഈ തൊട്ടടുത്ത് ബൗണ്ടറിയോട് തൊട്ടടുത്തുള്ള ആ ഒരു ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് ഉണ്ടല്ലോ, ഇത് ഇതുപോലെ, അതിലേക്ക് തൊട്ടടുത്തുള്ള വലിയ കോളം ഏതാണോ ആ കോളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രാപ്പ് ബീം കണക്ട് ചെയ്യും. അങ്ങനെയാണ് യൂഷ്വലി നമ്മൾ ചെയ്യാം. അടുത്തത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് RC സ്ലാബ്, ഒരു RC സ്ലാബ് പോലെ നമ്മൾ കോളം ഉണ്ടെങ്കിൽ ആ കോളത്തിന് ചുറ്റും എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ഒരേ റോയിലുള്ള കോളംസ് ആണെന്ന് വിചാരിക്കുക, 3 അതിൽ കൂടുതലോ കോളംസ് ഒരേ റോയിലുണ്ട്. അപ്പം നമുക്ക് സെറ്റിൽമെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാനും എർത്ത് വേക്കിനെ റെസിസ്റ്റ് ചെയ്യാനും ഒക്കെ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യും കണ്ടിന്യൂസ് ഫൂട്ടിംഗ് കൊടുക്കുക. അതായത് ആ റോയിലുള്ള കോളംസ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒറ്റ ഫൂട്ടിംഗ്. അപ്പോൾ സെറ്റിൽമെൻറ്റ് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എർത്ത് വേക്കിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് റാഫ്റ്റ്. ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഒരു RCC സ്ലാബ് പോലെ നമ്മുടെ ബിൽഡിംഗ് ഏരിയ എത്രയാണോ ആ എൻ്റയർ ഏരിയ ബോട്ടം കവർ ചെയ്തുകൊണ്ട്, വോളും കോളവും എല്ലാം കവർ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു സ്ലാബ് ഫൗണ്ടേഷൻ, അതിനെയാണ് മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയാം.
ഇത് നമ്മൾ മെയിൻലി കൊടുക്കുന്നത് കോളം ലോഡ്സ് വളരെ കൂടുതലും സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി വളരെ കുറവും. കോളത്തിൽ വരുന്ന ലോഡ് വളരെ കൂടുതലും ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ വളരെ കുറവുമാണെങ്കിൽ നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്ന ഫൗണ്ടേഷൻ ഡ്രാഫ്റ്റ് ഓർ മാറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷനാണ് സോയിൽ മാസ് ഹാസ് ഹൈലി ഇറാറ്റിക് പ്രോപ്പർട്ടീസ്. അതായത് സെറ്റിൽമെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. സോയിലിൻ്റെ ഓരോ ഡെപ്ത് കൺസിഡർ ചെയ്യും, ലെയർ കൺസിഡർ ചെയ്യുമ്പോഴും പ്രോപ്പർട്ടീസിൽ വരെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ യൂഷ്വലി റാഫ്റ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുക. പിന്നെ when the total area of isolated footing is more than half of the total area, അതായത് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ് കൊടുക്കാൻ വിചാരിക്കും, എന്നിട്ട് അതിൻ്റെ മൊത്തത്തിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ആ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? മോർ ദാൻ ഹാഫ് ഓഫ് ദി ടോട്ടൽ ഏരിയ, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഏരിയയേക്കാൾ കൂടുതൽ വരുവാണെങ്കിൽ അങ്ങനെ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും? റാഫ്റ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും യൂഷ്വലി സ്പെസിഫൈ ചെയ്യുക. ഇതുപോലെ. ഓക്കെ, അടുത്തതാണ് ഗ്രില്ലേജ്. ഇതും ഒരു ഷാലോ ഫൗണ്ടേഷൻ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ ലോഡ് ഫ്രം ദി സ്ട്രക്ചർ ഈസ് ഹെവി ആൻഡ് ദ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ ഈസ് പുവർ. സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി വളരെ കുറവും ഹെവിയർ ലോഡും ആണെങ്കിൽ നമ്മൾ ഗ്രില്ലേജ് ഫൂട്ടിങ്സ് ആയിരിക്കും കൊടുക്കുക. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും ബോട്ടം പോർഷനിൽ ഒരു കോൺക്രീറ്റ് ലെയർ കൊടുക്കും. എന്നിട്ട് സ്റ്റീൽ ബീംസ് ഉണ്ട്, നമ്മുടെ ചാനൽ സെക്ഷൻസ് ഒക്കെ ഇല്ലേ, ഐ സെക്ഷൻ, ചാനൽ സെക്ഷൻ, ടി സെക്ഷൻ. അപ്പം അങ്ങനെ ബീംസ്, സ്റ്റീൽ ബീംസ്, ഐ ബീംസ് ആയിരിക്കും യൂസ് ചെയ്യുക. സ്റ്റീൽ ബീംസ് നമ്മൾ എന്ത് ചെയ്യും? ഈ കോൺക്രീറ്റ് ബെഡിൻ്റെ മുകളിൽ ലെയർ ബൈ ലെയർ അറേഞ്ച് ചെയ്യും. എന്നിട്ട് നമ്മളൊരു അയൺ പ്ലേറ്റ് വെച്ച് ഇതിനെ എന്ത് ചെയ്യും? വെൽഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബോൾട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ കോളം ഡയറക്റ്റ്ലി പൊക്കും. അങ്ങനെയാണ് ഗ്രില്ലേജ് ഫൂട്ടിങ് കൊടുക്കുക. ഇത് വളരെ ലൈറ്റർ ആണ്, അതുപോലെ തന്നെ എക്കണോമിക്കലും ആണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. തുരുമ്പ് പിടിച്ചു പോകില്ലേ നേരം ഓപ്പൺ ആകുമ്പോൾ? തുരുമ്പ് പിടിച്ച് പോകുന്ന വെച്ചാൽ ഇത് കോൺക്രീറ്റ് വെച്ച് പിന്നെ അത് കവർ ചെയ്യും ഫുൾ. ആ രീതിയിലാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു സൈറ്റിൻ്റെ ഫിഗർ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, എനിക്ക് കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇനി ഇത് ഓരോ ഫൂട്ടിങ്ങും എവിടെയൊക്കെയാണ് നമ്മൾ കൊടുക്കണേ അതാണ് പറയണേ. സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ പ്രൊവൈഡഡ് ബിലോ ലോഡ് ബിയറിംഗ് വാൾ, ഒരു ലോഡ് താങ്ങുന്ന വോളാണെങ്കിൽ അവിടെ നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആയിരിക്കും കൊടുക്കുക. അടുത്തത് ഐസൊലേറ്റഡ്, ഒരു കോളത്തിൻ്റെ താഴെ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്ങിനാണ് ഐസൊലേറ്റഡ് കൊടുക്കുക. കമ്പൈൻഡ് ആണെങ്കിൽ ഒരു 2 കോളം ക്ലോസ് ടു ഈച്ച് അതർ, അതായത് ഒരു കോളത്തിന് ഫൂട്ടിംഗ് കൊടുക്കുമ്പം മറ്റൊന്നിലേക്ക് ഓവർലാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കോളം പ്രോപ്പർട്ടി ലൈനിന് തൊട്ടടുത്താണ്, അങ്ങനെയാണെങ്കിലാണ് യൂഷ്വലി കമ്പൈൻഡ് ഫൂട്ടിങ്സ് കൊടുക്കുക. അടുത്തത് സ്ട്രാപ്പാണ്. നേരത്തെ കാണിച്ച പോലെ ഓരോ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് ഉണ്ടാവും, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഉണ്ടാവും, അതിനെ എന്ത് ചെയ്യും? ഒരു ബീം വെച്ച് കണക്ട് ചെയ്യും. സ്പേസ് കൺസിഡറേഷൻസോ കോളത്തിൽ വരുന്ന ലോഡിൻ്റെ ഇതുകൊണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ദെൻ കണ്ടിന്യൂസ്, ഒന്നോ മൂന്നോ അതിൽ കൂടുതലോ കോളംസ് ഒരേ റോയിൽ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ കണക്ട് ചെയ്ത് കണ്ടിന്യൂസ് കൊടുക്കും. ലാസ്റ്റ് മാറ്റ്, ഒരു സ്ലാബ് ലൈക്ക് ഫൗണ്ടേഷനാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. അത് ലോഡ് കൂടുതലും ആയിരിക്കും, സോയിൽ അത്രയും വളരെ വീക്കും ആണെങ്കിലാണ് മാറ്റ് ഫൗണ്ടേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ.